ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പൽഗാവിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസിന്റെ സ്വാധീനം ഉണ്ട് എന്ന് ചില വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി POK കേന്ദ്രമാക്കിക്കൊണ്ട് ഹമാസ് നേതാക്കൾ എത്തുന്നതും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ പലവട്ടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതുമാത്രവുമല്ല, മേഖലയിലെ ISISുമായി ഈ ഹമാസ് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു ഹമാസിന്റെ ഇസ്രയേൽ നടന്ന ആക്രമണത്തിന്റെ ഒരു സമാന സ്വഭാവമുണ്ട്. അതേ മോഡൽ ഒരു ആക്രമണമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. ഹമാസ് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യക്കെതിരെ ആണ് ഇനി ഞങ്ങളുടെ അടുത്ത യുദ്ധം, ഇന്ത്യ പിടിച്ചെടുക്കലാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് അവരുടെ നേതാക്കൾ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യവും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംശയം അവരിലേക്ക് കൂടി നീങ്ങുന്നു. ഏതായാലും അധികം വൈകാതെ തന്നെ ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ ലഭ്യമാക്കുകയും അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാനും ഇന്ത്യക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനിടയിൽ തെളിവുകൾ നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിനു മുൻപ് പലപ്പോഴും നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ തെളിവുകൾ പാകിസ്ഥാന് കൈമാറിയിട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധേയമാണ്. ഇവിടെ ഏതായാലും തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ സമർപ്പിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഹമാസ് കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഹമാസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ അടക്കം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വലിയ പിന്തുണ ഈ കേരളത്തിൽ നിന്നടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.